ഇന്നൊരു നെട്ടോട്ടോടുന്ന ദിവസമാണ് കേട്ടോ. ഇന്ന് ആദ്യം തന്നെ കുട്ടീനെ അംഗൻവാടിയിലൊക്കെ കൊണ്ടുപോയാക്കി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നപ്പോൾ ഇവർക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ക്ലാസ്സിനൊന്നും പോകലില്ല കേട്ടോ. അപ്പോൾ ഫുള്ള് ലീവാണ്, ക്ലാസ് കട്ടാണ്. എൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ മതിയേനി എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന ഉള്ളൂ കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് വേഗം അസുഖം മാറി കിട്ടാനും വേണ്ടിയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങോട്ട് ക്ലാസ്സിന് പോകൽ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഏറെ അസുഖമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെന്താ ഞാനൊരു വണ്ടിയൊക്കെ വിളിച്ചിട്ട് അവർക്ക് എൻ്റെ കൂടെ വണ്ടിമേലൊന്നും ഇരിക്കാനൊന്നും കഴിയൂല പറഞ്ഞ് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങൾ പോകുന്ന രണ്ടാളും ആ സോഫയൊക്കെയാണ് വീണിക്കുകയാണ് കേട്ടോ ലാബിലെത്തിയപ്പം. അപ്പോൾ അവിടെ എത്തി ബാഗ് എടുത്ത് നോക്കിയപ്പോഴാണ് മരുന്ന് ഷീറ്റ് എടുക്കാൻ മറന്നാണ് പോയിക്കുന്നത്. അതിൽ പിന്നെ അതെടുക്കാൻ വേണ്ടി വീണ്ടും വീട്ടിലേക്ക് തന്നെ പോയി. പിന്നെ അത് തിരിച്ച് വന്ന് അപ്പോൾ ഇവിടെ കാണിച്ചു കൊടുത്തപ്പോൾ ഓൾക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ കഴിയൂല, റിസൾട്ട് അന്ന് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും മഞ്ചേരി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഡോക്ടറെ കാണിക്കാൻ. അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് കടയിലൊക്കെ ഇറങ്ങി ഇനി മഞ്ചേരി കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ ബുക്കിംഗ് രാത്രിയാണ് കേട്ടോ. അപ്പം നിഷു ആകെ അവശനായപ്പോൾ ഞാനത് കഞ്ഞിവെള്ളമൊക്കെ ഉപ്പിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഓന്. പിന്നെ ഒക്കെ കഴിഞ്ഞ് ഓനുറങ്ങി. നിജു ബേബി അംഗൻവാടിയിലാണ്, ഓനെ പോയി കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഓനൊന്ന് വിളിച്ചുണർത്തി ഷിമോൾക്ക് കുറച്ച് ബൂസ്റ്റും ബ്രെഡൊക്കെ കൊടുത്ത് ഓനൊന്ന് കൊടുത്തോക്കട്ടെ വിചാരിച്ച് റൂമിലെത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. ബെഡ്ഷീറ്റൊക്കെ ഒരു ഭാഗത്തേക്കാണ് കൂട്ടിയിട്ടുണ്ട്, നല്ല ഉറക്കാണ് കേട്ടോ ആൾ. പിന്നെ നിജുവിനൊക്കെ പോയി കൊണ്ടുവന്ന് പിന്നെ രാത്രിയായി 7 മണിക്ക് 7:10 നമ്മളോട് എത്താൻ പറഞ്ഞത്. ഓന് തല മിന്നിയിട്ട് ഞാൻ ഓനെ പിടിച്ചിങ്ങോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. വണ്ടിക്ക് കൊണ്ടുപോകണ രംഗമാണിത്, താങ്ങി പിടിച്ച് കൊണ്ടുപോവുകയാണ്, മുറ്റത്ത് കൂടെ നടക്കുകയാണ്. അപ്പം അങ്ങനെ വണ്ടിയിലെത്തി ഞങ്ങൾ പോവാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറെ അടുത്ത് എത്തിയാൽ പിന്നെ കുറച്ച് ടൈമൊന്നും ഉണ്ടാകും, ഒരു 10-20 മിനിറ്റൊക്കെ നമ്മളവിടെ നിൽക്കേണ്ടി വരും. ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടായിന് കേട്ടോ. അപ്പം അങ്ങനെ നിജു ബേബി പാവം ഒരു അരുവിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇഷുമോളൊരു ഭാഗത്ത് കോളും ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ ഇവന് ഭയങ്കര അസുഖമാണ് കേട്ടോ, ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഞാൻ ഓനെ എൻ്റെ മടിയിൽ ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ കെടുത്തിക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഇക്കാക്ക് ലീവുള്ള ദിവസം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എൻ്റെ കാലിങ്ങനെ ആ കമ്പിമൊക്കെ കയറ്റി വെച്ചിട്ട് ഓനെങ്ങനെ മടിക്ക് തല വെക്കാൻ പാകത്തിന് ആക്കി വെച്ചിരിക്കുകയാണ്. ഷിമോൾക്ക് എൻ്റെ മടിയിൽ കിടക്കാനൊക്കെ നല്ല പൂതിയുണ്ട്, പക്ഷെ രണ്ടാളെയും കൂടെ കിടത്താൻ കഴിയില്ല. അപ്പോൾ ഒരാൾ തണുപ്പ് കൊണ്ട് ഓൾക്ക് വക്കത്തിരിക്കാനും വയ്യ. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തിട്ടോ. പിന്നെ അവിടെ എത്തി നമ്മൾ മരുന്ന് ഷീട്ടൊക്കെ വാങ്ങി രണ്ടാളെയും ബുക്ക് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇനി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവർക്ക് വെള്ളത്തിനൊക്കെ നല്ല ദാഹമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അപ്പുറത്തൊരു കടയിൽ പോയിട്ട് ചായയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ചൂടാറ്റിയൊക്കെ തന്നിട്ടുണ്ട് ചായ. അപ്പം അങ്ങനെ ചെറുതായിട്ടൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ. മഴ പെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ല ചോദിച്ചാൽ ഇല്ലേ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ ഓൽക്കുള്ള ചായ രണ്ടാക്കും കൊടുത്ത് നിജു ബേബിക്ക് മുട്ടായിയൊക്കെ വാങ്ങിക്കൊടുത്ത്. ഇഷുമോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ കൊണ്ടുവന്ന് ഞാൻ വിളിച്ചുണർത്തിയതാണ്. ഇക്ക ഫുള്ള് ബിസിയാണ്, ഇക്കാക്ക് രാത്രി പോവാനുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രിപ്പിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ അങ്ങനെ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ കുട്ടികൾ വീണ്ടും വണ്ടിയിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നിന്നു, നമ്മളെ നമ്പർ വിളിച്ചാൽ പോവാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു അരമണിക്കൂറിലേറെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ വിളിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ അരമണിക്കൂറും കൂടെ ഇരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഫുള്ള് തിരക്കാണ് അവിടെ. അപ്പം നിജു ബേബി ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ച് ഇറങ്ങി. അത് മരുന്നിനൊക്കെ എന്താ വില എന്നോ. അപ്പം അങ്ങനെ മരുന്നൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ പോരുന്ന വൈക്കോൾക്ക് ഫുഡൊക്കെ വാങ്ങി കൊടുക്കണം. അപ്പോൾ വീട്ടിൽ കഞ്ഞി ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഓൽക്കാവൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓല് വാങ്ങിച്ച സാധനമൊന്നും ഓല് കഴിച്ചില്ല, വെള്ളം കുടിച്ച് മരുന്ന് കുടിച്ച് കണ്ട് അങ്ങനെ ഉറങ്ങിക്കേനി കേട്ടോ. അപ്പോൾ അവിടെ ഓരോ സാധനങ്ങളൊക്കെ ഇറങ്ങണൊക്കെ ഉണ്ട്. അപ്പോൾ ഓലെ ഫേവറേറ്റ് ആയിട്ടാണ് ഷവർമ്മ. അപ്പോൾ അതൊക്കെ വാങ്ങി കൊടുത്തിട്ടൊന്നും ഓൽക്ക് വേണ്ട. അപ്പം നിഷു ഭയങ്കര ഇത് ഫുഡ് കാണുമ്പോഴത്തേനും അവന് ഒക്കാന വരികയാണ്. അപ്പോൾ അവന് ഇഷ്ടമുള്ളത് കാണിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അവന് കഴിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് ഓൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അതിമക്ക് നോക്കാനും കൂടെ അവന് കഴിയുന്നില്ല. അപ്പം അങ്ങനെ അവന് കൊടുത്തിട്ട് അവന് വേണ്ട, അവന് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവന് വെള്ളം ഇതൊക്കെ കൊടുത്തിട്ട് നല്ലോണം വെള്ളമൊക്കെ കുടിപ്പിച്ച് അപ്പം തന്നെ മരുന്നൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച്. അവനവിടെ വണ്ടിയിലിരുന്നു കേട്ടോ. പിന്നെ
ലിജു ബേബിക്ക് ഓന് പിന്നെ ചിക്കനും ഇതൊന്നും ഓന് വലിയ ഇഷ്ടമില്ല. ഓന് കുബൂസ് വാങ്ങിക്കൊടുത്ത് ഞങ്ങളിതാ മറ്റേതൊടുത്ത് ഓൻ്റെ ബാക്കിയുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെയുണ്ട് മിണ്ടാതൊക്കെ വെച്ച് സൗണ്ട് എടുക്കട്ടെ. അപ്പം അങ്ങനെതാ എന്താ ഷവായൊക്കെയാണ് ഓർഡർ ആക്കിയത്. എനിക്കും ഇവർക്ക് വയ്യാത്തതുകൊണ്ട് തിന്നാനൊന്നും വലിയ മൂഡില്ല. പക്ഷെ എല്ലാം വിശപ്പുണ്ടായിട്ട് നമ്മൾ ഒരു ടൈമിന് പോയാൽ നമ്മൾ തിരിച്ച് വരണമെങ്കിൽ എന്തായാലും 9:30-10 മണിയൊക്കെ ആവാനാവട്ടെ. ഡോക്ടറെ അടുത്തേക്ക് 7 മണിന്ന് പറഞ്ഞാലും തിരിച്ചെത്തണമെങ്കിൽ അത്ര ടൈമാവും. ഇഷ്മോൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമുള്ളല്ലോ കുടിച്ച്. പിന്നെ നമ്മൾ വന്നപ്പോൾ നിഷു ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഓനെ കുറേ വിളിച്ച് ഉണർത്തി. പിന്നെ ഇഷ്മോൾക്കുള്ള മരുന്നൊക്കെ അപ്പം തന്നെ കൊടുക്കുകയാണ്. കാരണം ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ എന്താ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയാൽ വീട്ടിൽ ചെന്നാൽ പിന്നെ അങ്ങോട്ട് ഓൾക്ക് കിടന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ട് പിന്നെ മരുന്ന് കുടിക്കാനും മിക്സ് ചെയ്യാനും നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഓൾക്കുള്ള മരുന്നൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ആ മരുന്നൊക്കെ കൊടുത്ത സംഭവമൊക്കെ ഒന്ന് കഴുകി. അവിടെ ഒരു വാഷ് ബേസിനൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇഷ്മോളും ഛർദ്ദിച്ചിക്കണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നാളെ എന്തായാലും ഓളെ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.